ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡേ രാവിലെ ഒരു 11:30 ഒക്കെ ആയപ്പോൾ നഖം വെട്ടുകയാണ് കേട്ടോ. അപ്പോൾ നോർമലി ഫ്രൈഡേ രാവിലെയാണ് നഖം വെട്ടുന്നത്. അപ്പം അതിനുശേഷം ആണ് ബാക്കി ജോലികളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഞാനിപ്പം ചോറിനൊക്കെയുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് നഖം വെട്ടാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ വെള്ളം തിളച്ചോളും. അപ്പോൾ ഇങ്ങനെ ബെഡിൽ വെച്ച് നഖം വെട്ടുകയാണെങ്കിൽ നമുക്കൊരു എളുപ്പമുണ്ട് കേട്ടോ. കാരണം പുറത്തൊന്നും പോവില്ല. മറ്റേ നമ്മൾ ഫ്ലോറിൽ വെച്ചിട്ടാണ് വെട്ടണമെങ്കിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ടൈലിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തടയി കഴിഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ ക്ലീനിങ് ഒക്കെ നമ്മൾ തേഴ്സ്ഡേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, ഈവനിങ്ങോ അല്ലെങ്കിൽ തേഴ്സ്ഡേ ഉച്ചയ്ക്കൊക്കെ. ഫ്രൈഡേ മോർണിംഗ് ക്ലീനിങ്ങിനൊന്നും നിൽക്കാറില്ല. അപ്പോൾ ഇതാ നഖമൊക്കെ വെട്ടി വന്നപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇന്ന് ഞാൻ കുറച്ച് മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഇളയ മോന് മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി അധികം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നാളെ ഉച്ചവരെ, ഇന്ന് ഉച്ച തുടങ്ങി നാളെ ഉച്ചവരെ അവൻ മന്തി ഇനി കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഏലക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ 1-2 പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഗ്രാമ്പുമാണ് ഇനി ഇടേണ്ടത്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേനും കിച്ചണിലില്ല. പിന്നെ അത് സ്റ്റോർ റൂമിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ മിക്കവാറും സാധനങ്ങളൊക്കെ കിച്ചൻ്റെ അകത്തുള്ളത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാം റീഫിൽ ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ പോയി ഓപ്പൺ ചെയ്താണ് ഇപ്പോൾ 2 ദിവസമായിട്ട് പല സാധനങ്ങളും എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ഇൻഷാല്ലാ അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്യണം. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കഴുകി നമ്മൾ ഒരു കുതിരാനായിട്ട് ഒരു 5-10 മിനിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളത്തിലേക്ക് നമുക്ക് ഒരു സാധനം ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് 2 ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം അവിടെ നന്നായിട്ട് ഒരു ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഒന്ന് തിളച്ചതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ടൊമാറ്റോ വാങ്ങിയത് എടുത്ത് വെക്കണമായിരുന്നു. അപ്പം ഇവിടെ ടൊമാറ്റോ സൽസ ഇത്തിരി അധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് പിന്നെ ഈ ഒരു ടൊമാറ്റോ സൽസ നന്നായിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി ഉണ്ടാക്കിയതിൻ്റെ മിച്ചം ഒരു ഹാഫ് ടൊമാറ്റോയും കൂടെ ഉണ്ട് കേട്ടോ. അതുകൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് ക്യാപ്സിക്കം എൻ്റെ കയ്യിലുള്ള ഗ്രീൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എന്തായാലും മന്തി റെഡ് കളറിലിരിക്കും. എന്നാലും കുഴപ്പമില്ല, ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവർ ഉണ്ടായാൽ മതി. പിന്നെ നമ്മുടെ നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ജോലികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ശകലം മുളക് പൊടി, പിന്നെ ചെറിയ ജീരകം പൊടിച്ചത്, കുരുമുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 മാഗിയുടെ ചിക്കൻ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ഞാനൊരു 1 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്യുകയാണ്.
മന്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചിക്കൻ 2-3 പ്രാവശ്യം നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഓയിലായതുകൊണ്ട് ഒരു ഫ്രൈ ചെയ്ത ഫീലാണ് വരുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം സ്ലോ കുക്കിംഗ് ചെയ്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഞാൻ മാക്സിമം സമയം വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാറ് മന്തി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ സൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ചോറ് ഇവിടെ വേവാനുണ്ട് കുറച്ചുകൂടെ, അതുപോലെ ചിക്കന് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിനി അടുത്ത ജോലിയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് തലയിൽ എണ്ണ വയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ റോസ്മേരി ലീവ്സാണ് കേട്ടോ, ഡ്രൈ റോസ്മേരി ലീവ്സാണ് ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പരട്ടുകയാണ്. അപ്പോൾ അതിന് ശേഷം വീണ്ടും കൈയൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ വീണ്ടും കിച്ചണിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കമൻറ്റിൽ ഞാൻ ഏപ്രൺ യൂസ് ചെയ്യാത്ത എന്താണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ പാത്രം കഴുകുമ്പോഴും അതുപോലെ ഫിഷ് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഏപ്രൺ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയുടെ എടുത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. കാരണം നമുക്ക് അത്യാവശ്യം വണ്ണമുള്ളൂ. അതിൻ്റെ കൂടെ ഏപ്രണും കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വണ്ണമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ക്ലിപ്പൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കിച്ചണിൽ ഏപ്രൺ യൂസ് ചെയ്യാതെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് മുഴുവൻ ചീത്തയാവുമല്ലോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇച്ചിരി റൈസ് അധികമാണ്, പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ദം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 4-5 പീസ് ആ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഈ പാത്രത്തിലിട്ടിട്ട് 2ആയിട്ടാണ് ദം ചെയ്യുന്നത്. ശരിക്കും മന്തി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഓയിൽ യൂസ് ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ഓയിലിലാണ് ആ ഒരു റൈസ് ആ ഓയിലിൽ മിക്സ് ആകുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഹെൽത്തി ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നവർ ഓയിൽ കുറയ്ക്കുക. പക്ഷേ എനിക്ക് എപ്പോഴും ഓയിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ ടേസ്റ്റായിട്ട് തോന്നിയേക്കണത്. അപ്പോൾ ഞാൻ നിസ്കരിക്കുന്നതിന് മുന്നേ തന്നെ കുട്ടികൾക്ക് ഫുഡ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വിശക്കുവാന്ന് പറഞ്ഞു. മന്തി ആയതുകൊണ്ട് പെട്ടെന്ന് വിശക്കും. അപ്പം ഫുഡൊക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ കയറിയത്. അപ്പോൾ പിന്നെ എനിക്ക് റിലാക്സ് ചെയ്ത് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിന് ശേഷം വന്നപ്പം നമ്മുടെ മെയിൻ പാത്രം നമുക്ക് മന്തി ദമ്മ് പൊട്ടിച്ചിട്ടില്ല. ബാക്കി മറ്റത് കഴിഞ്ഞു കേട്ടോ. ഹസ്ബൻഡിന് ഞാൻ അതിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കൊടുത്തത്. അപ്പോൾ പിന്നെ അത്രയും മിച്ചമുണ്ട്. പിന്നെ എനിക്ക് കഴിക്കാൻ നേരത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
റെഡ് ക്യാപ്സിക്കം ഇട്ടുകൊണ്ട് മന്തിക്ക് ഒരു റെഡിഷ് കളർ പോലെ ഉണ്ടല്ലേ, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പം മന്തി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് റെസിപ്പി സിംഗിൾ വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഞാനിവിടെ ഐ ബട്ടൺ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഈവനിങ് ആണ് കേട്ടോ. ഈവനിങ് ആയപ്പോഴത്തേനും പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ യു എയിൽ തണുപ്പായിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല തണുപ്പും ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ ഒരു ടീ കുടിക്കാമെന്ന് വിചാരിച്ച് പാല് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കുമ്പോൾ തേയിലയും കഴിഞ്ഞിരിക്കുക, റീഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സാധനവും റീഫില്ല് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. മടി പിടിച്ച് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് പോകും. അടുത്ത ദിവസം വരും, പിന്നെയും ഇങ്ങനെ തന്നെ ചെയ്യും. അതാണിപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അതൊക്കെ അടുത്ത ദിവസം ചെയ്യാം. അത് ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മഗ്‌രിബിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് കിച്ചണിലും അതുപോലെ തന്നെ നമ്മുടെ ഹോളിലൊക്കെ ചെറിയൊരു ക്യാൻഡിൽ ലൈറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം നല്ല സ്മെല്ലായിരിക്കും. നമ്മുടെ കിച്ചണിൽ ഞാൻ വാനില ക്യാൻഡിലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റ് റൂമിൽ വെക്കുന്നത് ഒരു സാൻഡൽ വുഡിൻ്റെ ഒരു ലിക്വിഡ് ഇട്ടിട്ടുള്ള ക്യാൻഡിൽ താഴെ കത്തിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം നല്ലൊരു സാൻഡൽ വുഡിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് ആ ഒരു ഹോള് മുഴുവനും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയെ പറ്റി ഒരു കമൻറ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.